നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 2 വാക്ക്. ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ 4 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. രേവക് ചന്തു, മഹേഷ് എന്നും, അനീഷ്, പിന്നെ പേരറിയാത്ത 4-മതൊരാൾ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരറിയാനുള്ള ഓപ്ഷൻ ഇതുവരെ ആക്റ്റീവായിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹം കമൻറ്റും ചെയ്തില്ല. ബാക്കി 3 പേര് കമൻറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് അവരുടെ പേര് കിട്ടിയത്. എന്തായാലും നിങ്ങൾ 4 പേരോടും എനിക്ക് ഒരുപാട് നന്ദി. അതോടൊപ്പം വെൽക്കം ടു ദ ഫാമിലി. ഒപ്പം എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യണേ. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ ചാനൽ ഏതെങ്കിലും ഒരു കാലത്ത് വിജയത്തിലെത്തിയാൽ അതിന് ഒരുപാട് മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളും എടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ കണ്ടന്റ് അതുപോലത്തെ ആണല്ലോ. കഴിഞ്ഞ ദിവസം ശ്രീ അനൂപ് ഗോവിന്ദന് ഒരു കോപ്പിറൈറ്റ് കിട്ടിയാലും കണ്ടിരുന്നു. അതുപോലെ നമ്മുടെ ചാനലിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ഒരു ദിവസം നമ്മൾ വിജയത്തിലെത്തിയാൽ എനിക്ക് നിങ്ങളെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവി അത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് മെയിൽ ചെയ്യണേ. ഇനി സിനിമയെക്കുറിച്ച് 2 വാക്ക്. ഈ സിനിമയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് പേരില്ല, പ്രത്യേകിച്ച് മുഖ്യ കഥാപാത്രങ്ങൾക്ക്. ഇവരുടെ പേരാരും വിളിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. 2, ഈ സിനിമ 2 ദിവസം കൊണ്ട് തീരും. ഒരു ദിവസം രാവിലെ ആരംഭിച്ച് അടുത്ത ദിവസം രാത്രിയിൽ തീരും. ഇതിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു സീൻ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സീൻ കയറി വരും, അത് തീരുന്നതിന് മുമ്പ് അടുത്തത് വരും, പിന്നീട് ആദ്യത്തെ സീനിന്റെ ബാക്കി കാണിക്കും. അങ്ങനെ മിക്സ് ചെയ്താണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് രസിച്ച് കാണാൻ പറ്റും. എൻ്റെ കഥ പറച്ചിൽ എത്രത്തോളം വിജയകരമായിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ പരമാവധി നല്ല രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. മാനഗരം. രചന, സംവിധാനം ലോകേഷ് കനകരാജ്. സിനിമ തുടങ്ങുന്നത് ഇൻഫോടെക് എന്ന IT കമ്പനിയുടെ ഓഫീസിൽ നമ്മുടെ നായികയായ രചന നായകന്മാരിൽ ഒരാളായ ശ്രീയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവരുടെ പേരറിയില്ലാത്തതുകൊണ്ട് ഞാൻ 3 പേരുടെ യഥാർത്ഥ പേരുകൾ തന്നെയാണ് വിളിക്കുന്നത്. ഇത് രചന, ഇത് സന്ദീപ്, ഇത് ശ്രീ. ഇവർ 3 പേരുമാണ് നമ്മുടെ മുഖ്യ കഥാപാത്രങ്ങൾ. ഇൻഫോടെക്കിൽ BPO ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിനാണ് ശ്രീ ഇപ്പോൾ ഇരിക്കുന്നത്. ശ്രീ അല്പം ടെൻഷനിലാണ്. അത് കണ്ട് AC-യുടെ ടെമ്പറേച്ചർ കൊണ്ടുവന്ന് രചന ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലെന്ന് പറയുന്ന ശ്രീയോട് എന്തുകൊണ്ടാണ് BPO ജോലി തിരഞ്ഞെടുത്തതെന്ന് രചന ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ നാട് വിട്ടുവരുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെ ശമ്പളം കുറവായിരുന്നെങ്കിലും സന്തോഷമായിരുന്നു. പക്ഷെ ചുറ്റുമുള്ളവർ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു വില തരുന്നില്ല. ഇവിടെ ആകുമ്പോൾ മദ്രാസ്, AC മുറി, നല്ല ശമ്പളം, അങ്ങനെ ഒരു ജോലി അന്തസ്സാണ്. അതുകൊണ്ട് ഒപ്പമുള്ളവർക്ക് സന്തോഷമാവുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ ജോലിക്ക് വന്നത് എന്ന് ശ്രീ പറയുന്നു. എന്നാൽ ഫൈനൽ റൗണ്ടിൽ ഇങ്ങനെ ഒരു മറുപടി വന്നാൽ എന്ത് വിശ്വാസത്തിൽ നിങ്ങളെ ജോലിക്കെടുക്കും എന്ന് രചന ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ശ്രീക്ക് ആ ജോലി കിട്ടുന്നുണ്ട്. 26,000 രൂപ ശമ്പളം. അതെപ്പോഴാ? നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഞാനൊക്കെ ഗൂഗിളും യൂട്യൂബും എല്ലാം നോക്കി കാണാപ്പാടം പഠിച്ചിട്ട് പോലും എന്നെ കാണുമ്പോൾ തന്നെ മാനേജറുടെ മുഖം മാറും. അതെന്താണോ അങ്ങനെ? പിന്നെ വന്നതല്ലേ, പാവം പയ്യനെ വിഷമിപ്പിക്കേണ്ട എന്നോർത്ത് കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കും. എന്നിട്ട് അവസാനം വി വിൽ ലെറ്റ് യു നോ എന്നും പറഞ്ഞ് പുറത്താക്കും. അങ്ങനെ ഉള്ളപ്പോഴാണ് ഫൈനൽ റൗണ്ടിൽ ഇതുപോലത്തെ മറുപടി പറഞ്ഞിട്ടും ശ്രീക്ക് ആ ജോലി കിട്ടിയത്. എന്തായാലും ജോലി കിട്ടിയ സന്തോഷത്തിൽ ഒപ്പം ഇൻ്റർവ്യൂവിനുണ്ടായിരുന്ന 2 ആളുകളുടെ ഒപ്പം ടാസ്മാക്കിലിരിക്കുന്ന ശ്രീയെ കാണിക്കുന്നു. ആ 2 പേരിൽ ഒരാൾക്ക് ജോലി കിട്ടി, ഒരാൾക്ക് കിട്ടിയില്ല. ഈ ടാസ്മാക്ക് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള വൈൻ ഷോപ്പാണ്. അവിടെ ഇരുന്ന് മദ്യപിക്കാം. ആ 2 കൂട്ടുകാർ മദ്യപിക്കുന്നുണ്ട്, പക്ഷെ ശ്രീ മദ്യപിക്കുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തേട്ട് ഒരാൾ വന്നിട്ട് എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി, നാട്ടിൽ പോകാൻ ഒരു 20 രൂപ തരണമെന്ന് പറയുന്നു. ശ്രീ പാവം തോന്നി എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒപ്പമുള്ള ജോലി കിട്ടാത്ത കൂട്ടുകാരൻ അത് തടഞ്ഞ് വന്നയാളെ ഓടിക്കുന്നു. ഓടാ, ഇവനെല്ലാം നാടകം കളിക്കുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇതേപോലെ 10 കളക്ട് ചെയ്ത് കട്ടിങ് അടിക്കലാണ് അവൻ്റെ പണി. ഈ നാടിനെപ്പറ്റി നിനക്കറിയില്ല, പോകെ മനസ്സിലായിക്കൊള്ളും എന്നയാൾ പറയുന്നു. പക്ഷേ നിഷ്കളങ്കനായ ശ്രീക്ക് അത് മനസ്സിലായില്ല. പണ്ട് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ വെച്ച ഒരാൾ എന്നോടും ഇതേ കാരണം പറഞ്ഞ് പൈസ ചോദിച്ചായിരുന്നു. പാവം തോന്നി ഞാൻ കൊടുത്തു. പക്ഷെ പിന്നീട് എൻ്റെ അമ്മാവൻ പറഞ്ഞാണ് അറിഞ്ഞത് അത് അയാളുടെ ബിസിനസ് ആണെന്ന്. ആ മാനിന് ഇപ്പോഴും അവിടെ ഉണ്ടോ ആവോ? ശ്രീയുടെ സ്ഥലം ട്രിച്ചിയാണ്. ഒരു തനി നാട്ടിൻപുറത്തുകാരൻ. മദ്യപിക്കുന്നില്ലെങ്കിലും മേടിച്ച മദ്യത്തിൻ്റെ പൈസ അവർ കൊടുക്കുന്നുണ്ട്. പച്ചപ്പിള്ളേ എന്നെ പോലെ. ജോലി കിട്ടിയ സന്തോഷത്തിൽ ഒരെണ്ണം അടിക്കാൻ കൂടെയുള്ള ആൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മദ്രാസിൽ ആദ്യമായിട്ടാണ്. ഇവിടെ എങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, രാംകി. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ പിക്കപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് ശ്രീ പറയുന്നു. സമയമാണെങ്കിൽ രാത്രിയായി. ആ ടെൻഷനിലിരിക്കുകയാണ് ശ്രീ. ഈ രാംകി എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ്റെ ചുരുക്കപ്പേരാണ് കേട്ടോ. കൊള്ളാലേ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നാളെ ഓഫീസിൽ കൊടുക്കണം. രാവിലെ പോകുമ്പോൾ നീ ഫോൺ ചെയ്യ്, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം എന്ന് ശ്രീ ജോലി കിട്ടിയ മറ്റേ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. ജോലി കിട്ടാത്ത കൂട്ടുകാരനാവട്ടെ ശ്രീ കുടിക്കാത്തിൽ ആകെ ടെൻഷനിലാണ്. ശ്രീയെ പറഞ്ഞ് കൺസീവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൺസീവ് അല്ലടാ, കൺവിൻസ് ആണെന്ന് മറ്റേ കൂട്ടുകാരൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രീ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ ഒന്ന് നോക്കി വയ്ക്കണേ. ചുവപ്പ് കളർ, ചെറിയ കള്ളി. അടുത്തത് കാണിക്കുന്നത്
അതേ ബാറിൽ തന്നെ ഒരു ഫുൾ ബോട്ടിൽ ബിയർ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്ന അടുത്ത നായകൻ സന്ദീപിനാണ്. സന്ദീപ് ദേഷ്യത്തിലാണ്. അതിന്റെ കാരണം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതേ ദിവസം പകൽ സന്ദീപ് രജനിയുടെ ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു. സന്ദീപും രജനിയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവിടെ വെച്ച് സന്ദീപിന് അവളോടൊരു പ്രണയം ഉണ്ടായിരുന്നു. രജന അത് റിജക്ട് ചെയ്തു. പക്ഷെ സന്ദീപ് ഇപ്പോഴും അവളുടെ പുറകെ നടന്ന് പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഓഫീസിൽ വരെ എത്തി. അതിൽ ദേഷ്യം പിടിച്ച രജന, ഒരു ജോലിയില്ലാതെ ചുമ്മാ എന്റെ പുറകെ കറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, ഇനിയും നീ ഓഫീസിൽ വന്നാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയുന്നു. എനിക്ക് ജോലിയില്ലാത്തതാണ് നിന്റെ പ്രശ്നമെങ്കിൽ എന്നെ കൊണ്ട് ഈസി ആയിട്ട് നാളെ തന്നെ ജോലി മേടിക്കാൻ പറ്റും എന്ന് സന്ദീപ് പറയുന്നു. എന്നാൽ രജന അവിടെ ഇന്റർവ്യൂവിന് വന്ന ആളുകളുടെ ക്യൂ കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ജോലിക്ക് വേണ്ടി അലയുകയാണ്, അത്രയ്ക്ക് ഈസി ആണെങ്കിൽ നീ ജോലി മേടിച്ച് കാണിക്കുക എന്ന് പറയുന്നു. അത് കേട്ടിട്ടാണ് നമ്മുടെ നായകൻ ടെൻഷനായി ടാസ്മാക്കിൽ വന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. രജന HR മാനേജർ അല്ലേ, അവൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് നിനക്ക് ജോലി വാങ്ങിച്ചു തരാൻ പറ്റില്ലേ എന്ന് കൂട്ടുകാരൻ സന്ദീപിനോട് ചോദിക്കുന്നുണ്ട്. പറ്റും, കിട്ടിയാൽ ഡെയിലി അവൾ സൈറ്റ് പഠിക്കാം, പക്ഷെ അവൾ ചെയ്യില്ലല്ലോ എന്ന് സന്ദീപ് പറയുന്നു. അപ്പോൾ വേറൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, മച്ചാ ജോലിയൊന്നും ഒരു മാറ്റർ അല്ല, എനിക്ക് അവന്മാരോർത്താണ് പേടിയെന്ന്. എന്താണ് സംഭവം എന്ന് മറ്റുള്ള കൂട്ടുകാർ ചോദിക്കുമ്പോൾ അന്ന് നടന്ന ബാക്കി സംഭവങ്ങൾ കൂടി സന്ദീപ് പറയുന്നു. രജന ദേഷ്യപ്പെട്ടു പോയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരി പൂജ സന്ദീപിനെ വിളിച്ച് രജന ക്യാൻറ്റീനിലുണ്ട്, അങ്ങോട്ട് വരാൻ പറയുന്നു. അവിടെ വന്നിരുന്ന് നമ്മുടെ നായകൻ രജനയെ മാന്യമായി വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 3 വില്ലന്മാർ സന്ദീപിന്റെ അടുത്തേക്ക് വരുന്നത്. അതിലൊരു വില്ലൻ നമ്മുടെ രജനയെ വായി നോക്കുന്നുണ്ട്. സ്വാഭാവികം, ഭംഗിയുള്ള കുട്ടികളെ വായിൽ നോക്കുക എന്നുള്ളത് എല്ലായിടത്തുള്ളൊരു നാട്ടു നടപ്പാണ്. പക്ഷേ ഈ വായി നോക്കി വില്ലൻ ചെയ്ത ഒരു കാര്യം കൂട്ടുകാരൻ സന്ദീപിനോട് പറയുന്നുണ്ട്. അവന്റെ കൂട്ടുകാരൻ ഇതേപോലൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ അവന്റെ ആയതുകൊണ്ട് ആ പെൺകുട്ടി സ്വാഭാവികമായും അവനെ മൈൻഡ് ചെയ്യാതെ വേറൊരുത്തനുമായിട്ട് അടുത്തു. ആ ദേഷ്യത്തിന് ഈ വായി നോക്കി വില്ലൻ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ആസിഡ് ഒഴിച്ച പത്രവാർത്തയുടെ ഫോട്ടോയും സന്ദീപിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രജന സന്ദീപിനെ നോക്കിയാൽ അവളോടും അതേപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. സന്ദീപ് പേടിച്ച് പിന്മാറുമെന്നാണ് അവന്മാർ വിചാരിച്ചത്. എന്നാൽ നമ്മുടെ നായകൻ അതുക്കും മേലെയാണ്. വില്ലണ്ണന്റെ മൂക്കിന് തന്നെ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് അവിടെ തീരും. വീണ്ടും ടാസ്മാക്ക് കാണിക്കുന്നു. ആവശ്യമില്ലാതെ എന്തിനാണ് ഓരോ പ്രശ്നത്തിന് പോകുന്നത് എന്ന് സന്ദീപിന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് വെച്ച് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അവൻ വേദനിച്ച് കരയുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയപ്പോൾ നീ കരയുന്നു. ഒരു പെൺകുട്ടിയുടെ മുഖം ആസിഡ് ഒഴിച്ച് പൊറുക്കി എന്ന് പറയുന്നു സന്ദീപ്. അതിന്റെ വേദന അവന് മനസ്സിലായി. ഈ ആസിഡ് അറ്റാക്ക് വിക്ടിമുകളുടെ ഡോക്യുമെന്ററിയോ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. ഭയങ്കര പെയിൻഫുൾ ആണ്. എല്ലാം പെൺകുട്ടികളാണ് ഇരകൾ. ശരിക്കും ഈ ആസിഡ് അറ്റാക്ക് ചെയ്യുന്നവർക്കെല്ലാം നല്ല ശിക്ഷ കൊടുക്കണം. സർവൈവ് ചെയ്തു വന്ന എല്ലാ സഹോദരിമാർക്കും ബിഗ് സല്യൂട്ട്. നിങ്ങൾ ശരിക്കും സിംഗപ്പെണ്ണുങ്ങളാണ്. നമുക്ക് വീണ്ടും കഥയിലേക്ക് തിരിച്ചു വരാം. അതേസമയം നമ്മുടെ വായി നോക്കി വില്ലനും കൂട്ടുകാരനും അതേ ടാസ്മാക്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സന്ദീപിനോട് പ്രതികാരം ചെയ്യാൻ ഒരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അവർ. അതിന് സന്ദീപിനെ സ്കെച്ച് ചെയ്ത് വന്നതാണ് അവന്മാർ. ഗുണ്ടയെ ഫോൺ ചെയ്യുമ്പോൾ വെടിയിലുണ്ട്, പുറത്തു വരാൻ അവനോട് ഗുണ്ട പറയുന്നു. നീ ആസിഡ് കൊഴിക്കുന്നവനല്ലേ, അവനോട് നേരിട്ട് മുട്ടിക്കൂടെ എന്ന് കൂട്ടുകാരൻ വായി നോക്കി വില്ലനോട് ചോദിക്കുമ്പോൾ പെൺകുട്ടികളോട് ആലോചിക്കാണ്ട് എന്തും ചെയ്യാം, പക്ഷേ ആമ്പിള്ളേരെ സൂക്ഷിക്കണം എന്ന് അവൻ പറയുന്നു. അയ്യേ, ഇവനെയാണോ ഞാൻ ഇത്രയും നേരം വില്ലെന്ന് വിളിച്ചോണ്ടിരുന്നത്, നമുക്ക് മാറ്റാം. ഇതിനിടയ്ക്ക് സന്ദീപിന്റെ കൂട്ടുകാരൻ ആള് മാറി അവിടെ കൂടി നടന്നു പോയ ഒരാളുടെ അടുത്ത് ഒരു കുപ്പിയൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആള് മാറിയതറിഞ്ഞ് അവർ സോറി പറയുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ സ്ത്രീയെ പോലെ മദ്രാസിൽ ആദ്യമായിട്ടാണ്. ആളുടെ കുട്ടിക്ക് ആസ്മയാണ്. അതിന്റെ ചികിത്സയ്ക്കായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചികിത്സ കഴിയുന്നവരെ ഇവിടെ ഒരു ജോലിയും വേണം. അത് പുള്ളിയുടെ ഒരു നാട്ടുകാരൻ റെഡിയാക്കിയിട്ടുണ്ട്, ക്യാബ് ഡ്രൈവർ. അയാളും ഡ്രൈവറാണ്. ഈ വണ്ടി വാടകയ്ക്ക് തന്നവരെ പറ്റി പറയാനായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അവർ അല്പം ടെററാണെന്ന് അയാൾ നമ്മുടെ ഡ്രൈവറിനോട് പറയുന്നു. PKP, ഈ നാട്ടിൽ അയാളാണ് മെയിൻ. കൗൺസിലർ മുതൽ കമ്മീഷണർ വരെ അയാളുടെ കൺട്രോളിലാണ്. ആരെങ്കിലും അയാളെ എതിർത്ത് സംസാരിച്ചാൽ അവരുടെ വീട്ടുകാർ ആദ്യം പൊക്കും, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളൂ. രാവിലെ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഗേറ്റ് തുറന്നു തന്നോ മുതൽ അവിടെയുള്ള എല്ലാവരും കൊലക്കേസിലെ പ്രതികളാണ്. സൈലന്റ് ആയിട്ട് എഴുതുന്ന അയാളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം വരിക. സംസാരമൊന്നുമില്ല, ആദ്യം അടി. ഈ ബിൽഡപ്പ് എല്ലാം കേട്ടിട്ട് നമ്മുടെ ഡ്രൈവർ എണ്ണം പറയുന്നു, ചുമ്മാ പേടിപ്പിക്കല്ലേപ്പാ, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വണ്ടി എടുത്ത് ഓടിക്കുന്നു, ഡ്യൂ മുടങ്ങിയാൽ കടം മേടിച്ചായാലും അടയ്ക്കാം. ഇനി വണ്ടി എവിടെയെങ്കിലും തട്ടിയാൽ അത് റിപ്പയർ ചെയ്തിട്ട് അവരോട് പറയുന്നുള്ളൂ, പിന്നെ എന്താ പ്രശ്നം? അണ്ണാ, നിങ്ങൾക്ക് വണ്ടി എടുത്തു തന്നത് ഞാനല്ലേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കൂടി ആദ്യം അവർ എന്നെ പൊക്കും എന്ന് മറ്റേ നാട്ടുകാരൻ പേടിയോട് പറയുന്നു. അത്രയ്ക്കും ടെററാണ് PKPയും ആളുകൾ. കുടിച്ചു കഴിഞ്ഞ് സന്ദീപും കൂട്ടുകാരും പോകാനായി എഴുന്നേക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വായി നോക്കിയും കൂട്ടുകാരനും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ നിങ്ങൾ സന്ദീപ് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ കൂടി ഒന്ന് നോക്കി വെക്കണേ. ചുവന്ന കളർ വലിയ കള്ളി, ശ്രീയുടെ ചുവന്ന കളർ ചെറിയ കള്ളി. പുറത്തിറങ്ങിയ വായി നോക്കി ഗുണ്ടകളുടെ അടുത്ത് ചെന്ന് അവൻ വരുന്നുണ്ട്, എന്നെ കണ്ട അവൻ മനസ്സിലാവും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വില്ലണ്ണൻ അടയാളം ചോദിക്കുന്നുണ്ട്. ചുവപ്പ് കളർ കള്ളി ഷർട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. ആദ്യം ബാറിൽ നിന്നും നമ്മുടെ ഡ്രൈവറിനെ ഇറങ്ങി വരും. പുള്ളിയും ഒരു ചുവന്ന കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ ശരിക്കും ചുവപ്പല്ല. ഇതാണോ ആളെന്ന് വില്ലണ്ണൻ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് വില്ലൻ പറയും, ഇവനല്ല, വിട്ടേക്കെന്ന്. നമ്മുടെ വില്ലണ്ണന്റെ വണ്ടിയിൽ വില്ലണ്ണനെ കൂടാതെ ഒരു അസിസ്റ്റന്റ് വില്ലൻ, ഒരു കോമഡി വില്ലൻ, അങ്ങനെ 3 പേരുണ്ട്. ഈ കോമഡി വില്ലൻ നമ്മുടെ വില്ലണ്ണനോട് ചോദിക്കുന്നുണ്ട്, അണ്ണാ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആളില്ലേ, അവൻ വിളിച്ചു, ആള് ടെററാണ്, നമ്മുടെ ഒപ്പം ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു, നാളെ ഇന്റർവ്യൂവിന് വരാൻ പറയട്ടെ എന്ന്.
ഞാൻ എന്താടാ കമ്പ്യൂട്ടർ കമ്പനിയാണ് നടത്തുന്നത്, ഇന്റർവ്യൂ ചെയ്യാൻ, അവനോട് രാവിലെ വരാൻ പറ, ഒരു പണി കൊടുത്തു നോക്കാം, നല്ലതാണെങ്കിൽ കൂടെ കൂട്ടാം എന്ന് വില്ലണ്ണം പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീ ടാസ്മാക്കിൽ നിന്നും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണുന്നത്. അവനെ കണ്ട അസിസ്റ്റന്റ് വില്ലൻ പറയുന്നുണ്ട്, ഇവൻ തന്നെയാൾ, ചുവന്ന കളർ ചെക്ക് ഷർട്ട്. നമ്മുടെ ശ്രീ ആണെങ്കിൽ റാംകിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടില്ലടാ, നമ്മുടെ റൂം കൊടുങ്ങല്ലൂരാണ്, അത് നോർത്ത് മദ്രാസ് ആണ്, ഒരു ഓട്ടോ പിടിച്ചു പോയിക്കുമെന്ന് റാംകി ശ്രീയോട് പറയുന്നുണ്ട്. എന്നാൽ കൈ കാണിച്ച ഒരു ഓട്ടോ നിർത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ വില്ലന്മാരുടെ ഓട്ടോ ശ്രീ കാണുന്നത്. ഷെയർ ഓട്ടോ ആണെന്ന് വിചാരിച്ച് അവൻ അങ്ങോട്ട് ചെല്ലുന്നു. ഈ സമയം സന്ദീപും കൂട്ടുകാരും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വില്ലണ്ണനും കൂട്ടരും വണ്ടിയിൽ നിന്ന് മുഖം മൂടിക്കിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ട് എന്തോ പന്തികേട് തോന്നിയ ശ്രീ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവർ ശ്രീയെ പിടിച്ച് ഇടിക്കാൻ തുടങ്ങുന്നു. ഇടിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ വാച്ചെല്ലാം അഴിച്ചെടുക്കുന്നുണ്ട്. ബാഗ് പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ ശ്രീ അത് കൊടുക്കുന്നില്ല. കാരണം അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ബാഗിലാണ്. അണ്ണാ ഇതിലൊന്നുമില്ല അണ്ണാ എന്ന് പറയുന്ന ശ്രീയെ ദേഷ്യമൂത്ത വില്ലണ്ണൻ സ്ട്രെങ്ത് കാണിക്കുന്നോടാ എന്ന് പറഞ്ഞ് അവൻ ഇടിച്ചിട്ട് ആ ബാഗുമായി കടന്നു കളയുന്നു. ശ്രീയെ ഇടിക്കുന്നത് ഇതിനിടയ്ക്ക് സന്ദീപ് കാണുന്നുണ്ട്. അവനെ രക്ഷിക്കാൻ പോകാൻ ശ്രമിക്കുമ്പോൾ കൂട്ടുകാർ അവനെ തടയുന്നുണ്ട്. ഏതോ കള്ളുകൂടിയന്മാർ ഇടിയുണ്ടാക്കുന്ന ആവശ്യത്തിനുള്ള പ്രശ്നങ്ങൾ നിനക്ക് ഇപ്പോൾ തന്നെയില്ലേ, വെറുതെ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് അവർ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇടികൊണ്ട് ശ്രീയുടെ ബോധം പതുക്കെ പോകുന്നു. പിന്നീട് ഓട്ടോയിൽ വെച്ച് കോമഡി വില്ലൻ ശ്രീയുടെ പേഴ്സിൽ നിന്ന് പൈസ എല്ലാം എടുത്തിട്ട് പേഴ്സ് പുറത്തോട്ട് വലിച്ചെറിയുന്നുണ്ട്. അതിൽ ശ്രീയുടെ ID കാർഡെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നഷ്ടമാകുന്നു. അസിസ്റ്റന്റ് വില്ലനാണെങ്കിൽ ശ്രീയുടെ ബാഗ് പരിശോധിച്ചിട്ട് അതിൽ സർട്ടിഫിക്കറ്റ് മാത്രം കണ്ട് അതിലേക്ക് പാൻപരാഗ് ചവച്ച് തുപ്പിയിട്ട് വഴി സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആ കാർ PKP കമ്പനിയുടെ വാടകയ്ക്ക് കൊടുക്കുന്ന കാറായിരുന്നു. അത് ഡ്രൈവർ PKP കമ്പനിയിലേക്ക് ചെന്ന് പാർക്ക് ചെയ്തിട്ട് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഇന്ത്യയിലെ സേഫസ്റ്റ് സിറ്റികളിൽ ഒന്നാമതായി ചെന്നൈയെ തിരഞ്ഞെടുത്തു എന്ന വാർത്ത പറയുന്ന റേഡിയോ സിറ്റി FM-ന്റെ RJയുടെ വോയിസ് ഓവർ കേട്ടുകൊണ്ടാണ് ആ ദിവസം തുടങ്ങുന്നത് കാണിക്കുന്നത്. അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീ അബോധാവസ്ഥയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് വരുന്നു. ഈ ടാസ്മാക്കിന്റെ അടുത്ത് ആളുകൾ കുടിച്ചിട്ട് ബോധമില്ലാതെ റോഡ് സൈഡിൽ കിടക്കുന്ന പതിവാണ്. അതുകൊണ്ട് ശ്രീ അടിച്ച് കോൺ തെറ്റിക്കിടക്കുകയാണെന്ന് വിചാരിച്ച് ആളുകൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. എഴുന്നേറ്റ് വന്ന ശ്രീ പതുക്കെ നടന്ന് ഒരു ചെറിയ ചായക്കടയുടെ മുമ്പിലെത്തുന്നു. ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ച കടക്കാരനോട് അണ്ണാ ഒരു രൂപയുടെ തരുമോ എന്ന് ശ്രീ ചോദിക്കുന്നു. അവന്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കടക്കാരൻ അത് കൊടുക്കുന്നുണ്ട്. ആ കോയിൻ കൊണ്ട് കടയുടെ മുമ്പിലുള്ള കോയിൻ ബോക്സിൽ നിന്നും ശ്രീ റാംകിയെ വിളിക്കുന്നു. അവന്റെ ഫോണല്ല ഇന്നലെ വില്ലന്മാർ കൊണ്ടുപോയിരുന്നല്ലോ. ഈ കോയിൻ ബോക്സ് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിരിക്കാൻ വഴിയില്ല. ഇന്ന് ലാൻഡ് ഫോണുകൾ അധികം ഇല്ലല്ലോ. ഇത് 1 രൂപ കോയിൻ ഇട്ടാൽ 59 സെക്കൻഡ് സംസാരിക്കാം. പിന്നീട് സംസാരിക്കണമെങ്കിൽ വീണ്ടും 1 രൂപ കോയിൻ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് കോയിൻ ഫോൺ. അതേസമയം സന്ദീപിൻ്റെ വീട് കാണിക്കുന്നു. സന്ദീപ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒന്ന് പറയണു, നമ്മുടെ അണ്ണാച്ചി കടയിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് പോയി എടുത്തുകൊണ്ട് വരാൻ. അത് മൈൻഡ് ചെയ്യാത്ത സന്ദീപിനോട് ബാക്കി പൈസ ഉണ്ടടാ, അത് നീ എടുത്തോളം പറയുന്നു. അത് കേട്ട് സന്ദീപ് അമ്മയെ ദേഷ്യത്തിൽ നോക്കുന്നു. അപമാനം. എന്നാൽ അമ്മ ഉടനെ വിഷയം മാറ്റുന്നുണ്ട്. ഈ ഷർട്ട് എന്തിനാ ഇട്ടത്, ഇത് മാറ്റിയിട്ട് ബനിയൻ ഇട്, അതാണ് നിനക്ക് അഴകുന്നത്. എന്നാൽ ഞാനൊരു ഇന്റർവ്യൂവിനാണ് അമ്മ പോകുന്നതെന്ന് സന്ദീപ് പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛൻ പുറത്തു നിന്ന് സന്ദീപിനെ അത്ഭുതത്തിൽ നോക്കുന്നുണ്ട്. എവിടെ പോവാണെങ്കിൽ ഇതൊന്ന് കൊണ്ടു തന്നിട്ട് പോയെന്ന് അമ്മ സന്ദീപിനോട് പറയുന്നു. അങ്ങേരവിടെ വെറുതെ ഇരിക്കല്ലേ, പോയി മേടിച്ചുകൊണ്ട് വരാൻ അച്ഛനോട് പറയാൻ സന്ദീപ് അമ്മയോട് പറയുന്നുണ്ട്. ഇതുപോലെ താടിയും വെച്ചിട്ട് പോയാൽ ആരെങ്കിലും ഓഫീസിനുള്ളിൽ വിടുമോ, അവൻ നുണ പറയാണെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ അച്ഛനോട് താടി മേടിച്ചിട്ട് പോയി ഒരു ജോലി മേടിച്ച് കാണിക്കാൻ അമ്മയോട് പറഞ്ഞിട്ട് സന്ദീപും പോകുന്നു. അച്ഛനും മോനും തമ്മിൽ ചേരില്ല. എവിടെ പോയാലും കഴിക്കാറാകുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ എന്ന് പുറകെ നിന്ന് അമ്മ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണല്ലേ. പക്ഷെ നമ്മൾ ആൺമക്കൾ എന്തൊക്കെ മേടിച്ചു കൊടുത്തില്ലെങ്കിലും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം റെഡിയായിരിക്കും. ഉള്ളത് വെച്ച് അവർ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിരിക്കും. അതുകൊണ്ട് അമ്മമാരെ സങ്കടപ്പെടുത്താതിരിക്കുക. അവർക്ക് സ്നേഹം മാത്രം മതി. വേറൊന്നും അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അത് അവർക്ക് കൊടുക്കുക. പിന്നീട് കാണിക്കുന്നത് PKPയുടെ കമ്പനിയാണ്. നമ്മുടെ ഡ്രൈവർ അണ്ണൻ വണ്ടി എടുക്കാൻ വന്നിരിക്കുകയാണ്. എഴുതിക്കുന്ന അണ്ണൻ ഡ്രൈവർ അണ്ണനോട് ചോദിക്കുന്നുണ്ട്, IT കമ്പനിക്കാണോ ട്രാവൽസിലേക്കാണോ ഓടാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഡ്രൈവർ അണ്ണൻ പറയുന്നു IT കമ്പനിയിലേക്കെന്ന്. എന്നാൽ എഴുതിക്കൂ എന്ന് പറഞ്ഞ് ബുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ എഴുതു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന റേഡിയോയുടെ സൗണ്ട് കൂട്ടുന്നുണ്ട് എഴുതിക്കുന്ന അണ്ണൻ. എന്നിട്ട് വണ്ടിയുടെ താക്കോൽ കൊടുക്കുന്നു. PKPയുടെ ഗുണ്ടകൾ രാവിലെ തന്നെ 2 പേര് ഇടിച്ചു കൂട്ടുന്നതാണ്. അതാണ് ആ കരച്ചിൽ കേട്ടത്. അങ്ങനെ ഡ്രൈവർ അണ്ണൻ വണ്ടി എടുത്ത് പോകുന്നു. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ വില്ലണ്ണനെയും ഗ്യാങ്ങിനെയാണ്. കോമഡി വില്ലൻ പറഞ്ഞ ആള് രാവിലെ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. പേര് വിന്നിങ്സ്. വെറൈറ്റി പേര് അല്ലേ. ആളെ കണ്ടിട്ട് എന്ത് ജോലിയാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് അസിസ്റ്റന്റ് വില്ലൻ കോമഡി വില്ലനോട് ചോദിക്കുന്നു. എന്നാൽ മറുപടി പറയുന്നത് വിന്നിങ്സ് തന്നെയാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്കയായിട്ട് ചെയ്യും. പോണ്ടിയിൽ മാത്രമല്ല ആൻഡമാൻ വരെ വിന്നിങ്സിന്റെ പേര് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോമഡി വില്ലൻ വിന്നിങ്സിന് ടൂൾസിന്റെ പേരെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർ നമ്മളെ പിടിച്ചാൽ നിന്റെ പേര് ഗോവിന്ദൻ, എതിരാളികൾ പിടിച്ചാൽ പെരുമാൾ എന്നും പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം കേട്ട് പഠിച്ചിട്ട് അല്ല ഇവരെന്തിനാ നമ്മളെ പിടിക്കുന്നത് എന്ന് വിന്നിങ്സ് ചോദിക്കുന്നു. എന്നാൽ അവനെ കണ്ടിട്ട് വില്ലനോട് അസിസ്റ്റന്റ് വില്ലൻ സംശയം ചോദിക്കുന്നുണ്ട്. ഇവൻ കറക്റ്റായിട്ട് ചെയ്യുമോ, ചെയ്തില്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടിക്കോട്ടെ എന്ന് വില്ലണ്ണനും പറയുന്നു. അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് രാംകിയെ ഫോൺ ചെയ്തതിന് ശേഷം കാത്തിരിക്കുന്ന ശ്രീയാണ്.
രാംകി വന്നിട്ട് നിന്റെ മുഖമെല്ലാം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വെറുതെ പ്രശ്നത്തിൽ ചെന്ന് ഇയാളത് നേരെ റൂമിലേക്ക് വരേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഏത് ഏരിയയിലുള്ളതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, രാത്രി മുഴുവൻ എന്നെ കാണാതായിരുന്നിട്ട് ഒന്ന് അന്വേഷിച്ചു എന്ന് ശ്രീ രാംകിയോട് ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞ ഏരിയയിൽ 25 വൈൻ ഷോപ്പ് ഉണ്ട്, അതിനു മുമ്പിൽ 4 പേര് വീതം കിറങ്ങി കിടക്കുന്നുണ്ടാവും, എല്ലാവരും മുഖം ഞാൻ പോയി തിരിച്ചു നോക്കണമെന്ന് രാംകിയും തിരിച്ചു ചോദിക്കുന്നു. എന്തായാലും രാംകി അവന്റെ മൊബൈൽ എടുത്ത് ശ്രീക്ക് കൊടുത്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറയുന്നു. അതിൽ ശ്രീയുടെ കാമുകി ദിവ്യയുടെ 14 മിസ് കോൾ ഉണ്ടായിരുന്നു. ശ്രീയുടെ മൊബൈൽ വില്ലന്മാർ ഇന്നലെ ബാഗിനൊപ്പം കൊണ്ടുപോയിരുന്നല്ലോ, അതുകൊണ്ട് ദിവ്യ രാംകിയാണ് വിളിച്ചത്. ഇന്ന് 11 മണിക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് ഓഫീസ് കൊടുക്കണം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ശ്രീ ചോദിക്കുന്നു. എന്നാൽ പോലീസ് എല്ലാം സിംപിളി വേസ്റ്റ്, നീ അത് ഓഫീസിൽ ചെന്ന് നടന്ന കാര്യങ്ങൾ സംസാരിക്കും, അവരെന്താണ് പറയുന്നത് കേട്ടിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് രാംകി പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അതേസമയം അടുത്ത് കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന സന്ദീപിനാണ്. സന്ദീപ് ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ആർക്കോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവന്റെ കൂട്ടുകാർ ഇന്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് കണ്ട് സംശയം തോന്നിയ കൂട്ടുകാരൻ ബൈക്കിൽ കൊണ്ടുവിടാൻ എന്ന് പറഞ്ഞിട്ട് അതും സമ്മതിക്കുന്നില്ല. ഓഫീസിന് മുമ്പിൽ കൂടി പോകുന്ന ബസ് കാണിച്ചു തന്നിട്ട് അതിലും കയറുന്നില്ല. എന്താ നിന്റെ പ്ലാൻ, അവൾ ഏതെങ്കിലും ബസ്സിൽ വരുന്നുണ്ടോ എന്ന് സന്ദീപിനോട് ചോദിക്കുന്നു. എന്നാൽ അതൊന്നും അല്ല, എന്റെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂവിന് വരുന്നുണ്ട്, ഒരുമിച്ച് പോകാം എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് സന്ദീപ് പറയുന്നു. എന്നാൽ അതേത് ഫ്രണ്ടാന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവന്റെ ഒപ്പം അവിടെ കാത്തു നിൽക്കുന്നു. അടുത്ത കാണിക്കുന്നത് ഡ്രൈവർ അണ്ണയാണ്. അണ്ണൻ കാറും എടുത്ത് നേരെ വീട്ടിലേക്കാണ് പോയത്. കാറ് കണ്ട് മകനും ഭാര്യയും സന്തോഷിക്കുന്നുണ്ട്. എനിക്കിനി ശ്വാസം മുട്ടൽ വന്നാൽ ഈ കാറിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുമല്ലോ അച്ഛാ എന്ന് മകൻ ഡ്രൈവർ അണ്ണനോട് പറയുന്നു. അവന്റെ ആസ്മയെക്കുറിച്ചാണ് അവൻ പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് അച്ഛൻ പറയുന്നു. വണ്ടിയുടെ പിറകിൽ PKPയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പയ്യന്റെ പേര് ഒട്ടിക്കായിരുന്നില്ലേ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഇത് വാടകയ്ക്കെടുത്ത കാറാണടി എന്ന് ഡ്രൈവർ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ പുറകിലെ സീറ്റിൽ നിന്നും ഡ്രൈവർ അണ്ണന്റെ ഭാര്യയ്ക്ക് നമ്മുടെ ശ്രീയുടെ ബാഗ് കിട്ടുന്നു. സവാരി വിളിച്ച് ആരോ മറന്നു വെച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഡ്രൈവർ അണ്ണനെ അവർ അത് ഏൽപ്പിക്കുന്നു. അണ്ണൻ തുറന്നു നോക്കുമ്പോൾ അതിൽ പാൻപരാഗ് തുപ്പിയ സർട്ടിഫിക്കറ്റ് കണ്ട് അതൊരു തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട്. ആ സമയം മകൻ പറയുന്നുണ്ട്, അച്ഛാ ഇതെനിക്ക് പരീക്ഷ കഴിഞ്ഞ് തരില്ലേ റാങ്ക് കാർഡ്, അതുപോലെ ഏതോ ഒരു അണ്ണന്റെ ആണെന്ന്. അതെന്തോ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലായ ഡ്രൈവർ അണ്ണൻ നേരെ ജോലി മേടിച്ചു കൊടുത്ത് ആ നാട്ടുകാരനെ വിളിച്ച് കാര്യം പറയുന്നു. അവന് ഇവന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ചുറ്റിക്കൊണ്ടിരുന്നാൽ അവസാനം നീ ചുറ്റിയുള്ളൂ, ഈ നാട്ടിൽ നീ ഹെൽപ്പ് ചെയ്യാനാണോ വന്നേ, ആ ബാഗ് എവിടെയെങ്കിലും കളഞ്ഞ് സ്വന്തം കാര്യം നോക്ക് എന്ന് അയാൾ ഡ്രൈവർ അണ്ണനെ ഉപദേശിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് വില്ലണ്ണനെയും ഗ്യാങ്ങിനെയാണ്. അവിടെ കോമഡി വില്ലൻ വിന്നിങ്സിനോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവരാനാണ് അവരുടെ പ്ലാൻ. കുട്ടിയുടെ പേര് കാർത്തിക്, അച്ഛന്റെ പേര് ചിന്നമലൈ. ഫോട്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്ന വിന്നിങ്സിനോട് ഫോട്ടോ ഒന്നുമില്ല, ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, നീ പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് വിന്നിങ്സിനെ അവർ കാർത്തികിന്റെ സ്കൂളിന് മുന്നിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റാംകിയുടെ റൂമിൽ ഓഫീസിൽ പോകാൻ റെഡിയാവുന്ന ശ്രീയാണ്. നെറ്റിയിലെ മുറിവിൽ ബാൻഡേഡ് ഒട്ടിക്കുന്നുണ്ട്, എന്നാൽ ബാൻഡേഡ് തീർന്നു പോയതുകൊണ്ടാണെന്ന് അറിയില്ല, കവിളിലെ മുറിവിൽ ഒട്ടിക്കുന്നില്ല. അവിടെ വെച്ച് റാംകി ഒരു പഴയ LGയുടെ കീപാഡ് ഫോൺ തൽക്കാലം ഉപയോഗിക്കാൻ ശ്രീക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡിയായി അവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഇനി ഇന്നത്തെ ഇതുവരെയുള്ള ഇവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. സന്ദീപ് ഇന്റർവ്യൂവിന് പോകാൻ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ശ്രീ ഓഫീസിലേക്ക് റാംകിയോടൊപ്പം ബൈക്കിൽ പോകുന്നു. ഡ്രൈവർ അണ്ണൻ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. ആ കാറിലാണ് ശ്രീയുടെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ബാഗ് ഉള്ളത്. വില്ലണ്ണനും ഗ്യാങ്ങും കാർത്തിക് എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ വിന്നിങ്സിനെ സ്കൂളിന് മുന്നിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നു. ഇവരിന്ന് ചെയ്യുന്നതെല്ലാം മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും. ഇനിയാണ് കഥ കൂടുതൽ അടിപൊളിയാൻ പോകുന്നത്. ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു സിഗ്നലിൽ വെച്ച് റാംകിയുടെ ബൈക്ക് അറിയാതെ മറ്റൊരു ബൈക്കിൽ മുട്ടുന്നുണ്ട്. അവൻ തിരിഞ്ഞ് റാംകിയുടെ അമ്മയ്ക്ക് വിളിക്കുന്നു. റാംകി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കുന്നുണ്ട്. എന്നാൽ അത് കാണുന്ന ശ്രീ ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രീ ഗ്രാമത്ത് പയ്യനാണല്ലോ, അവിടെ ഒന്നും സാധാരണ സംഭവമല്ല, പക്ഷേ നഗരത്തിൽ ഇത് സ്വാഭാവികമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേസമയം വിന്നിങ്സ് സ്കൂളിൽ രജിസ്റ്ററിൽ പേരെല്ലാം എഴുതി അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഡ്രിൽ മാഷിനെ കണ്ട് വണക്കം വാച്ച്മാൻ എന്നും പറഞ്ഞു പോകുന്നു. ഡ്രൈവർ അണ്ണൻ നേരെ IT കമ്പനിയിലെത്തി വണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതേ IT കമ്പനിയിലാണ് രജനയും ശ്രീയും ജോലി ചെയ്യുന്നത്, ഇൻഫോടെക്. അടുത്ത സീനിൽ കാണിക്കുന്നത് സന്ദീപ് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് വരുന്നു. അതിൽ നിന്ന് സന്ദീപിന്റെ ഒരു സുഹൃത്ത് പുറത്തേട്ട് തലയിട്ട് സന്ദീപിനോട് അകത്ത് കയറാൻ പറയുന്നുണ്ട്. സന്ദീപ് ആ ബസ്സിൽ കയറി പോകുന്നു. അത് കണ്ട മറ്റു 2 കൂട്ടുകാർ അവൻ സത്യമായിട്ട് ഇന്റർവ്യൂവിന് പോണതല്ലടാ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സ്കൂളിന്റെ അകത്ത് എത്തിയ വിന്നിങ്സ് ഒരു ക്ലാസ് മുറിയുടെ പുറത്ത് 2 കുട്ടികളെ മുട്ടുകുത്തിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ട് പുറത്തേട്ട് നോക്കുമ്പോൾ യേശുവിന്റെ ഒരു പ്രതിമ കാണുന്നു. അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ച് കുരിശ് വരച്ച് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നടന്നു പോകുന്നുണ്ട്. ശ്രീയോടൊപ്പം ബൈക്കിൽ പോകുന്ന റാംകിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം എന്ന് പറഞ്ഞ് മാനേജറുടെ കോൾ വരുന്നു. ഇതേസമയം സന്ദീപ് കയറിയ ബസിന്റെ അകത്ത് വായി നോക്കിയണ്ണൻ ഉണ്ടായിരുന്നു. സന്ദീപും കൂട്ടുകാരൻ ശരിക്കും അവന് സ്കെച്ച് ചെയ്ത് വന്നായിരുന്നു. ഒരു കൂട്ടുകാരൻ വായി നോക്കിയണ്ണൻ നിൽക്കുന്ന സീറ്റിന്റെ പുറകിൽ വന്നിരിക്കുന്നുണ്ട്. ഒരാൾ ഏറ്റവും പുറകിലത്തെ സീറ്റിലും ഇരിക്കുന്നു. സന്ദീപ് പതുക്കെ അണ്ണന്റെ പുറകിൽ വന്ന് നിൽക്കുന്നു. ഇതേസമയം വിന്നിങ്സ് സ്കൂളിൽ കാർത്തികിന്റെ ക്ലാസ്സിലേക്ക് വന്ന് ടീച്ചറോട് പറയുന്നുണ്ട്, കാർത്തികിന്റെ അച്ഛന് സുഖമില്ല, ഞാൻ ഡ്രൈവറാണ്, കാർത്തികിനെ എന്റെ കൂടെ വിടണമെന്ന്. ടീച്ചർ ക്ലാസ്സിലേക്ക് തിരിഞ്ഞ് കാർത്തിക് എന്ന് വിളിക്കുമ്പോൾ ഒന്നിനു പകരം 4 കാർത്തികുമാർ എഴുന്നേറ്റ് നിൽക്കുന്നു. പെട്ടു.
ഇതിലേതടാ ഞാൻ അന്വേഷിച്ചു വന്ന കാർത്തിക് എന്നറിയാതെ വിന്നിങ്സ് കണ്ണു വീഴ്ച നിൽക്കുന്നുണ്ട്. ഇതേ സമയം ബസ്സിൽ വായി നോക്കിയണ്ണന്റെ പിന്നിൽ വന്ന സന്ദീപും കൂടെ കൂട്ടുകാരും ഒരു പച്ച മാസ്ക് ധരിച്ച് വായി നോക്കിയണ്ണന്റെ വായ പൊത്തിപ്പിടിച്ച് ബസ്സിന്റെ കമ്പിയിലേക്ക് ചേർത്ത് ലോക്കാക്കുന്നു. ഇത് കണ്ട് സീറ്റിലിരിക്കുന്ന ഒരു അണ്ണനോട് എനിക്ക് ഡെങ്കിയും ഇവന് മലേറിയാണ്, വായി നോക്കിയണ്ണൻ എന്താണ് അസുഖം എന്നറിയില്ല, അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്, പൊത്തിപ്പിടിച്ച കൈ മാറ്റിയാൽ നിങ്ങൾക്കും പകരും എന്ന് പറയുമ്പോൾ അയാൾ ഒരു കർച്ചീഫ് എടുത്ത് പെട്ടെന്ന് തന്റെ വായ മൂടുന്നു. അത് കണ്ട കൂട്ടുകാരൻ വേറൊരു മാസ്ക് അയാൾക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അയാളും ആ മാസ്ക് ഇടുന്നു. ഇതേ സമയം 4 കാർത്തികനെ കണ്ട് പകച്ചു നിൽക്കുന്ന വിന്നിങ്സിനെ വീണ്ടും കാണിക്കുന്നു. ഏത് കാർത്തികാണ്, പെട്ടെന്ന് പറ, സമയം പോകുന്നു എന്ന് ടീച്ചർ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു പയ്യൻ കൈപൊക്കി മിസ് ഞാനാണ്, എന്റെ അച്ഛന് രാവിലെ സുഖമില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതാരാണെന്ന് വിന്നിങ്സിനെ ചൂണ്ടി ടീച്ചർ ചോദിക്കുമ്പോൾ എന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറയുന്നു. ശരിയെങ്കിൽ കൂടെ പോയിക്കോ, പോകുമ്പോൾ ഓഫീസിലൊന്ന് പറഞ്ഞേക്കെന്ന് ടീച്ചർ പറയുന്നു. ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ കാർത്തികിനോട് നിന്റെ അച്ഛന്റെ പേര് ചിന്നമല എന്ന് തന്നെയല്ലേ എന്ന് വിന്നിങ്സ് ചോദിക്കുന്നു. അതെയാ, വാ പോകാം എന്നും പറഞ്ഞ് കാർത്തിക് വിന്നിങ്സിനെ കൂട്ടി പുറത്തേക്ക് നടക്കുന്നു. പയ്യൻ അതിലും ടെറർ. തിരികെ വീണ്ടും ബസ് കാണിക്കുമ്പോൾ വായ നോക്കിയുടെ വായ പൊത്തിപ്പിടിച്ച് സന്ദീപ് പുറകിലിരിക്കുന്ന കൂട്ടുകാരനെ കണ്ണ് കാണിക്കുന്നു. അത് കണ്ട് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആസിഡ് കുപ്പി എടുക്കുന്നുണ്ട്. അത് കൊടുക്കാനായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നു. അപ്പോൾ ആ കുപ്പി അയാളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ബസ് സഡൻ ബ്രേക്ക് ഇടാൻ കാരണം നമ്മുടെ രാംകി ബൈക്ക് ബസിന്റെ വട്ടം വെച്ചായിരുന്നു. മാനേജറുടെ കോള് വന്ന് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകേണ്ടതുകൊണ്ട് ശ്രീ ആ ബസ്സിൽ കയറ്റി വിടുന്നു. ഇതേ സമയം താഴെ വീണ ആസിഡ് കുപ്പി കൂട്ടുകാരൻ എങ്ങനെയോ തപ്പിയെടുക്കുന്നുണ്ട്. പക്ഷേ ലീക്കായ കുപ്പിയിൽ നിന്നും ആസിഡ് പറ്റി അയാളുടെ കൈ പൊള്ളുന്നുണ്ട്. പൊള്ളിയ കൈ ഒരു കർച്ചീഫ് കൊണ്ട് കെട്ടി കുപ്പി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രീ ആ ബസ്സിലേക്ക് കയറി അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ കുപ്പി ശ്രീയുടെ കയ്യിൽ കൊടുത്ത് മുമ്പിലേക്ക് പാസ് ചെയ്യാൻ അയാൾ പറയുന്നു. ശ്രീ അത് മേടിച്ച് മുമ്പിലേക്ക് കൊടുക്കുന്നുണ്ട്. സന്ദീപ് അത് മേടിക്കാൻ തുടങ്ങുമ്പോഴാണ് സന്ദീപ് ഒരാളുടെ വായ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ട് അപകടം തോന്നിയ ശ്രീ ആ കുപ്പി സന്ദീപിന് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സന്ദീപ് അത് ബലമായി പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് വായി നോക്കി അണ്ണനോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നീ ആസിഡ് ഒഴിക്കും അല്ലേ, പെണ്ണുങ്ങളായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്, ഇപ്പോ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് അവനെ തിരിച്ചു നിർത്തി പാന്റിന്റെ അകത്തിട്ട് ആ ആസിഡ് കുപ്പി ഇട്ട് മുട്ടുകാലിനിടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അവന്റെ പിന്നാമ്പുറം മുഴുവൻ പൊള്ളി ആ വേദനയിൽ അവൻ കരയുന്നുണ്ട്. സന്ദീപും കൂട്ടാനും ഉടനെ തന്നെ ബസ്സിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ശ്രീ അവരെ നോക്കി നിൽക്കുന്നു. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആരോ വിളിച്ചു പറയുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് കാർത്തികുമായി വരുന്ന വിന്നിങ്സിനെയാണ്. ലേറ്റ് ആയത് എന്താണെന്ന് ചോദിച്ച് അസിസ്റ്റന്റ് വില്ലൻ ചൂടാകുമ്പോൾ എല്ലാ പിള്ളേരും ഒരേപോലത്തെ ഉടുപ്പിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ, കഷ്ടപ്പെട്ട ഇവനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് എന്ന് വിന്നിങ്സ് പറയുന്നു. അവനെ വണ്ടിയിൽ കയറ്റാൻ പറയുന്നുണ്ട് അസിസ്റ്റന്റ് വില്ലൻ. എന്നാൽ ഓക്കെ ബ്രോ, ഇനി ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് കാർത്തിക് പോകാൻ തുടങ്ങുമ്പോൾ അസിസ്റ്റന്റ് വില്ലൻ അവന്റെ ബാഗിൽ പിടിച്ചു നിർത്തുന്നു. പിടിവിടുന്നോ അതോ ഞാൻ അച്ഛനോട് പറയണോ എന്ന് കാർത്തിക് ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് ഒറ്റയടി കൊടുക്കുന്നുണ്ട് അസിസ്റ്റന്റ് വില്ലൻ. ആ പാവം പയ്യൻ താഴെ വീണു പോകും. ഇത് കണ്ട് വിന്നിങ്സ് ഞെട്ടുന്നുണ്ട്. അടുത്തത് പോലീസ് സ്റ്റേഷൻ. ബസ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഒരു സീനിയർ TV റിപ്പോർട്ടർ SIയോട് പറയുന്നുണ്ട് ഓടിപ്പോയതിൽ ഒരാൾ ഇവന്റെ കയ്യിൽ ആ ബോട്ടിൽ കൊടുത്തു, ഇവൻ അത് വേറൊരുത്തിന് കൊടുത്തു, ഇവരെല്ലാം രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ തന്നെയാണ് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാൻ പറഞ്ഞത്. എന്നാൽ സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇയാൾ വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയാണ് എന്ന് ശ്രീ പറയുന്നു. നീ ഏത് ഏരിയക്കാരനാണെന്ന് SI ശ്രീയോട് ചോദിക്കുമ്പോൾ തിരിച്ച് എന്ന് മറുപടി പറയുന്നു. നാട് വിട്ടു വന്ന് എനിക്കെന്തിനാടാ ടെൻഷൻ തരുന്നത്, ഇവനെ പിടിച്ച ബെഞ്ചിലിരുത്ത് എന്ന് കോൺസ്റ്റബിളിനോട് ഇൻസ്പെക്ടർ പറയുന്നു. കോൺസ്റ്റബിൾ ശ്രീ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് ആസിഡ് വീണ് കൈ പൊള്ളിയ സന്ദീപിന്റെ കൂട്ടുകാരനാണ്. അയാൾ ഫാർമസിയിൽ മരുന്ന് ചോദിക്കുമ്പോൾ കുറിപ്പില്ലാതെ മരുന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫാർമസിസ്റ്റ് അയാളെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് അയാൾ സന്ദീപ് ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നത്. ഞാൻ കുറെ മരുന്നുകടയിൽ കയറി, ആരും മരുന്ന് തരുന്നില്ല മച്ചാ, എല്ലാവരും ദേഷ്യപ്പെടുകയാണ് എന്ന് പറയുന്ന കൂട്ടുകാരനോട് മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു ഹാഫ് അടിച്ച് വീട്ടിൽ കിടക്ക്, ഇനി പുറത്ത് കറങ്ങി നടന്നാൽ നിന്നെ ഞാൻ അടിക്കും എന്ന് സന്ദീപ് പറയുന്നു. ശരി, എവിടെയെങ്കിലും പോയി ഒളിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുന്നു. അടുത്തത് കാണിക്കുന്നത് വില്ലണ്ണന്റെ സങ്കേതം. ഉറങ്ങിക്കിടുന്ന വില്ലണ്ണൻ എഴുന്നേറ്റിട്ട് സമയമായി പയ്യന്റെ അച്ഛനെ വിളിച്ച് അണ്ണാച്ചിക്ക് പൈസ സെറ്റിൽ ചെയ്തിട്ട് പയ്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയാൻ അസിസ്റ്റന്റ് വില്ലനോട് പറയുന്നു. പയ്യന്റെ അച്ഛൻ അണ്ണാച്ചി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അണ്ണാച്ചി വില്ലണ്ണന്റെ അടുത്ത് കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയാണ് ഇവർ കാർത്തികിനെ തട്ടിക്കൊണ്ടുവന്നത്. അസിസ്റ്റന്റ് വില്ലൻ ഇന്നലെ ടാസ്മാക്കിൽ നിന്നും അടിച്ച മൊബൈൽ തരാൻ കോമഡി വില്ലനോട് പറയുന്നു. അത് നമ്മുടെ ശ്രീയുടെ മൊബൈലാണ്. അതിൽ നിന്നും പയ്യന്റെ അച്ഛനെ ഫോണിൽ വിളിച്ച് നിന്റെ മകനെ തൂക്കി അണ്ണാച്ചിക്ക് എന്ന് പറയുമ്പോഴേക്കും അയാൾ ഫോൺ കട്ട് ചെയ്യും. ദേഷ്യത്തിൽ വീണ്ടും കോൾ ചെയ്യുന്ന അസിസ്റ്റന്റ് വില്ലനോട് ഫോൺ വയ്ക്കടാ ഡാഷ് എന്ന് പറഞ്ഞ് പിന്നെയും ഫോൺ കട്ട് ചെയ്യുന്നു. അരിശമൂത്ത അസിസ്റ്റന്റ് വില്ലൻ വീണ്ടും കോൾ ചെയ്ത് കാർത്തികിനോട് സംസാരിക്കാൻ പറയുന്നു. കാർത്തിക് ഡാഡി എന്ന് വിളിക്കുമ്പോഴേക്കും അയാൾ പറയും തമ്പി ഞാൻ നിന്റെ അച്ഛനല്ല, ആ മണ്ടൻ്റെ ഈ ഫോൺ കൊടുക്കാൻ. എന്നിട്ട് അസിസ്റ്റന്റ് വില്ലനോട് അയാൾ പറയുന്നുണ്ട് എൻ്റെ മക്കൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്, ഇനിയും നീ വിളിച്ചാൽ നീ എവിടെയാണെങ്കിലും തേടി കണ്ടുപിടിച്ച് ചെരുപ്പിനടിക്കുന്നു. ഇവർ ആള് മാറിയാണ് കാർത്തികിനെ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ ആരാ എന്താ എന്ന് ചോദിച്ച് കൊണ്ടുപോയി വിട്ടിട്ട് വരാൻ വില്ലണ്ണൻ അസിസ്റ്റന്റ് വില്ലനോട് പറയുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് ഡ്രൈവറെണ്ണയാണ്. IT കമ്പനിയുടെ പാർക്കിങ്ങിൽ വന്നിട്ട് സൂപ്പർവൈസറോട് സർ ഞാൻ പുതിയ ആളാണ്, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റാ, 10 മണിക്കാണ്, പക്ഷെ 9 മണിക്ക് എത്തണം എന്ന് സൂപ്പർവൈസർ പറയുന്നു. ശരി സർ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് പറയാമെന്ന് ഡ്രൈവർ അണ്ണൻ അയാളോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ രാംകിയെ കാണിക്കുന്നു. അവന്റെ ID കൊടുത്തു കഴിയുമ്പോൾ എവിടെ ജോലി ചെയ്യുന്നതെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു. അവൻ ജോലി ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് ഒരു essay തന്നെ പറയുന്നുണ്ട്. മൂടിയിട്ട് അവിടെ പോയിരിക്കാൻ കോൺസ്റ്റബിൾ പറയുന്നു. രാംകി ശ്രീയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ദേഷ്യത്തിൽ അവനെ നോക്കുന്നുണ്ട്.
അകത്ത് എന്ന് ഇൻസ്പെക്ടറെ കാണാൻ കോൺസ്റ്റബിൾ പറയുമ്പോൾ ശ്രീയുടെ കയ്യിൽ ID പ്രൂഫ് കാണിക്കാനൊന്നുമില്ല. ഇന്നലെ അതെല്ലാം വില്ലണ്ണനും ഗ്യാങ് അടിച്ചോണ്ട് പോയിരുന്നല്ലോ. ഇവന്റെ കയ്യിലാണെങ്കിൽ കാണിക്കാൻ പ്രൂഫ് ഒന്നുമില്ല. ഈ നാട്ടിൽ ഇവൻ ആകെ അറിയാവുന്ന ആൾ നീയാണ്. ഇവന്റെ മുഖത്താണെങ്കിൽ അടിയുണ്ട് പാടുണ്ട്. നീയൊക്കെ ഏതോ നക്സൽ ഗ്രൂപ്പ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് SI റാംകിയോട് പറയുന്നു. എന്നാൽ അയ്യോ സാർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഇവൻ ഇന്നലെയാണ് മദ്രാസിൽ വരുന്നത് തന്നെ. ഈ പാട് ബൈക്കിൽ നിന്ന് വീണപ്പോൾ ഉണ്ടായതാണ് എന്ന് രാംകി ഇൻസ്പെക്ടറോട് പേടിച്ച് മറുപടി പറയുന്നു. എന്നാൽ വായ മൂട, നീയൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ നടക്കുമായിരുന്നോ എന്ന് ഇൻസ്പെക്ടർ പറയുന്നത് കേട്ട് ടെൻഷനായ ശ്രീ സാർ അല്പം മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നു. കൈ നീട്ടി സംസാരിക്കുന്നോടാ, കൂടുതൽ ചില തുണിയില്ലാണ്ട് ഒരു മൂലയ്ക്ക് നിർത്തിക്കും എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, അതിനുശേഷം ഞാൻ സാറിനോട് സംസാരിക്കുമെന്ന് ശ്രീ പറയുമ്പോൾ അവൻ്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നുണ്ട്. പുള്ളി ആശുപത്രിയിൽ കിടക്കുന്ന അവൻ മൊഴി തരട്ടെ, അതിനുശേഷം നിന്നെയൊക്കെ കാണിച്ചു തരാടെ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനോട് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. കോൺസ്റ്റബിൾ അവരെ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഡ്രൈവർ അണ്ണൻ ശ്രീയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഭാഗമായി അങ്ങോട്ട് കയറി വരുന്നത്. വെയിറ്റ് ചെയ്യാൻ വനിതാ പോലീസുകാർ പറയുമ്പോൾ ഡ്രൈവർ അണ്ണൻ അവിടെയുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അടുത്തത് വില്ലണ്ണന്റെ സങ്കേതത്തിൽ ചോറ് മേടിക്കാൻ പോയി തിരിച്ചു വന്ന വിന്നിങ്സിനെ കാണിക്കുന്നു. ചോറ് മേടിക്കാൻ ചെന്നപ്പോൾ കുറെ ആൾക്കാർ അവിടെ കണ്ണിൽ കണ്ട എല്ലാവരും തല്ലുന്നു. എന്റെ ഷർട്ടിന്റെ കോളറിനും പിടിച്ചു. എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ PKP എന്ന് പറയുന്ന ഏതോ ഒരുത്തന്റെ വീട്ടിൽ നിന്നും ആരെയോ കാണാതെ പോയി അയാൾ അന്വേഷിച്ച് നടക്കുകയാണ് അവരെന്ന്. എന്തായാലും തട്ടിക്കൊണ്ടുപോകുമാരെ കൈ കിട്ടി അവന്മാർ തൊലിയൊരുക്കുമെന്ന് വിന്നിങ്സ് പറയുന്നു. അത് കേട്ട് ഞെട്ടുന്ന വില്ലണ്ണൻ കാർത്തികിനോട് അവൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അതിന് കാർത്തിക് പറയുന്നു PK പാണ്ഡ്യൻ. അത് കേട്ട് അവർ പേടിക്കുന്നുണ്ട്.